ഇന്നിപ്പോൾ മഴ കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത എന്നാണ് മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത്. 8 ജില്ലകളിൽ റെഡ് അലർട്ടും 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനത്തിനും പാർട്ടി പ്രവർത്തകരാകെ സന്നദ്ധമായി രംഗത്തിറങ്ങണമെന്ന് ആദ്യം മുതൽ പാർട്ടി അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ്. ദുരിതബാധിതർക്ക് ഭക്ഷണവും വെള്ളവും അവശ്യ വസ്തുക്കളും ഉറപ്പാക്കാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. ഇന്നലെ ഞാൻ കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിലെ ക്യാമ്പിൽ 250 ആളുകൾ അവരെ പാർപ്പിച്ച ക്യാമ്പിൽ പോയപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, താമസിക്കുന്നതിനുള്ള ഒരു സൗകര്യവും കൃത്യമായിട്ട് ഒരുക്കിയിട്ടില്ല. ഒരു ഹാളിൽ, വളരെ വിശാലമായ ഒരു ഹാളിൽ ഈ പറയുന്ന 250 ആളുകളെ ഒപ്പം അവിടെ നിർത്തിയിരിക്കുകയാണ്. കിടക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള എന്തെങ്കിലും സാധനങ്ങളോ അതുപോലെ തന്നെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ബ്രഷോ അതുപോലുള്ള കാര്യങ്ങൾ പോലും ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ എത്തിയതിന് ശേഷം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞ പ്രാവശ്യവും ക്യാമ്പിൽ തങ്ങിയ ആളുകളുണ്ട്. അവർ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ സൗകര്യങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും കിട്ടാനില്ല എന്നാണ്. ഇത് ഏതെങ്കിലും ഒരു ക്യാമ്പിൻ്റെ അനുഭവമല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഒരു സൗകര്യമില്ലാതെ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഭൂതകാല ചരിത്രത്തിൽ 15 ലക്ഷത്തോളം ആളുകളെ ക്യാമ്പിൽ പാർപ്പിച്ച അനുഭവ പാരമ്പര്യമുള്ളവരാണ് കേരളീയർ. ഇപ്പോഴേതാണ്ട് 13,000 മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോഴുള്ളൊരു സ്ഥിതിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഗൗരവപൂർവം ഈ ദുരിതബാധിതർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും താമസിക്കാനുള്ള സൗകര്യവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തണം എന്ന് ഗവൺമെൻറ്റിനോടും അതിനാവശ്യമായ സഹായം ചെയ്തു കൊടുക്കണം എന്ന് പാർട്ടി സഖാക്കളോടും സന്നദ്ധ പ്രവർത്തകരോടും ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അപകട ഭീഷണിയുള്ള മേഖലയിൽ നിന്ന് എല്ലാവരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ ആവശ്യമായ നിലപാടും സ്വീകരിക്കണം. ഇപ്പോൾ CPIMൻ്റെ സജീവ പ്രവർത്തകരാകെ എല്ലാ മേഖലയിലും സജീവമായി രംഗത്തുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്തോടു കൂടി ഈ ദുരിതത്തിൽ നിന്ന് അവരെ കരകയറ്റുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായും ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലും അത് ആഗ്രഹിക്കുന്ന ഗൗരവത്തോടെ സംഘടിപ്പിക്കണമെന്ന് തന്നെയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന സർക്കാർ പുലർത്തിയ കുറ്റകരമായ നിസ്സംഗത വലിയ തോതിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രളയസമാനമായ സാഹചര്യം ഉണ്ടായിട്ടും ആ പ്രദേശത്ത് നേരിട്ടെത്തി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന കേന്ദ്രത്തിൽ പോലും എത്താൻ അതിനുപോലും സാധിക്കാത്ത സ്ഥിതിയാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുള്ളത്. 1-2 ഫോൺ കോളിൽ അവസാനിപ്പിക്കുന്ന ഉത്തരവാദിത്തമല്ല ഇത്തരമൊരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉള്ളത്. മഴക്കെടുതിയിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരെക്കാൾ തനിക്ക് പ്രധാനപ്പെട്ടത് വിരുന്നും ജ്വല്ലറി ഉദ്ഘാടനവുമാണ് എന്ന രീതി ആവർത്തിച്ച് ഇന്നലെ പത്രസമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കുന്ന സ്ഥിതി നമ്മൾ കണ്ടു. ദുരന്ത ഭൂമിയിൽ സകലതും നഷ്ടപ്പെട്ട മനുഷ്യരെ പരിഹസിക്കുന്നതിന് തുല്യമായ നിലപാടാണ് അദ്ദേഹം ഇന്നലെ സ്വീകരിച്ചത്. ആശുപത്രിയിൽ കിടക്കുന്ന ഭാര്യാപിതാവിനെ കാണാൻ മുഖ്യമന്ത്രി ഈ സമയത്ത് ഹെലികോപ്റ്ററിൽ പറക്കുകയായിരുന്നു എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത്. ഞാൻ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് എന്ന് പറഞ്ഞത് ബോധപൂർവമാണ്. ദേശാഭിമാനിയോ കൈരളിയോ അല്ല റിപ്പോർട്ട് ചെയ്തത് ആദ്യം. കാരണം ദേശാഭിമാനിയോടും കൈരളിയോടുമാണ് പത്രസമ്മേളനത്തിൽ തട്ടിക്കയറിയത്. നിങ്ങളെല്ലാം
ഇത് പൊളിക്കാൻ നടക്കുന്നവരാണ്, പത്രസമ്മേളനം തകർക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഇടപെടൽ നടത്തിയത് അവരോടാണ്. പക്ഷേ അവരല്ല ആദ്യം ഈ വാർത്ത നൽകിയത് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഒരിക്കൽ പോയിട്ട് ഇറങ്ങാൻ പറ്റാതെ തിരിച്ചു വന്ന് രണ്ടാമത് വീണ്ടും പോയിട്ടാണ് ഭാര്യാപിതാവിനെ കണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് പേര് വെളിപ്പെടുത്താനാവാത്ത ഏതോ നിക്ഷേപകനെ കാണാൻ ആണ് ഞാൻ പറന്നുപോയത് എന്ന് വിശദീകരിച്ചത്. ഒരു കളവെങ്കിലും പറയാതെ ഒരു സമാധാനം കിട്ടാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. ഏതാ ഈ ഇത്ര വലിയ VIP നിക്ഷേപകൻ? പേര് പറഞ്ഞാൽ നിക്ഷേപിക്കാനുള്ള സാധ്യത കുറഞ്ഞു പോകുമെന്നുള്ളതുകൊണ്ട് പറയുന്നില്ല എന്നാണ് പറയുന്നത്. വേറൊരു കളവ്. ഇങ്ങനെ ഓരോരോ കളവ് പറഞ്ഞ് യഥാർത്ഥത്തിൽ ശരിയായ വസ്തുതയിൽ നിന്ന് മറച്ച് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഴക്കെടുതിയുടെ ഭാഗമായിട്ട് ഒരു കുട്ടി ജിജി ജോൺ പറയുന്നത് നമ്മൾ കേട്ടു. വളരെ വികാരപരമായ ഒരു പ്രകടനമായിരുന്നു ആ കുട്ടിയുടെ ഭാഗമായിട്ടുണ്ടായത്. വിഴിഞ്ഞത്ത് വെള്ളം മറിഞ്ഞ് പുല്ലുവിള സ്വദേശിയായ ജോണിനെ കാണാതായിട്ട് 5 ദിവസമായി. 5 ദിവസത്തിന് ശേഷം ഇപ്പോഴും പൂർണ്ണമായ അർത്ഥത്തിലുള്ള തിരച്ചിൽ. ആ കുടുംബം ഇതിനെതിരായിട്ട് ശക്തിയായിട്ട് പ്രതികരിച്ച് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. തിരച്ചിൽ ശരിയാവുന്നില്ല എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ ഭാര്യാപിതാവിനെ കാണാൻ പോയ കാര്യം ആ കുട്ടി പറയുകയാണ്. അതൊരാളുടെ ജീവന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോകുന്നു. എന്നാൽ തൻ്റെ കാണാതായി പോയ എൻ്റെ അച്ഛനെ തിരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്താൻ വിസമ്മതിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത് എന്ന് ആ കുട്ടി പറയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അപകടം മുഖ്യമന്ത്രിയുടെ വീട്ടിലായിരുന്നെങ്കിലോ എന്ന് പറഞ്ഞാൽ ഒരു മകളുടെ ചോദ്യം ഈ സർക്കാരിന് നേരെയുള്ള കണ്ണീര് കൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് എന്ന് നമ്മൾ കാണണം. അതാണ് ജിജി ജോൺ എന്ന നേരത്തെ പറഞ്ഞ ജോണിൻ്റെ മകള് ചോദിച്ച കാര്യം.